വോട്ടിട്ടില്ല. അത് എൻ്റെ ലിസ്റ്റിൽ പേരില്ല. അമ്പലത്തറ പാർട്ടിക്കാർ അവിടെ നിൽപ്പുണ്ട്. അവരാണ് എഴുതി തന്നത്. ഇവിടെയാണ് വോട്ട് നോക്കുന്നത്. 6 മണിക്ക് മലയങ്കീഴ് പോയി വോട്ടിട്ടാൽ. അപ്പോൾ അവിടെ ഒന്നും അല്ല, ഇവിടെയാണ് നോക്കുന്നത്. ഒരു ഇന്ത്യൻ പൗരനല്ലേ, നമ്മൾ ഒരു വോട്ടിട്ടില്ലെങ്കിൽ രാജ്യദ്രോഹമല്ലേ. നമസ്കാരം. നമ്മളിന്ന് രാവിലെ തിരുവനന്തപുരത്തുള്ള കൈമനത്ത് ഉള്ള പോളിടെക്നിക്കിലെ പോളിംഗ് ബൂത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഒരു കാഴ്ച കാണുവാൻ ഇടയുണ്ടായി. അതായത് നമ്മൾ ഈ കോളേജിന് മുൻവശത്ത്, അതായത് പോളിംഗ് ബൂത്തിൻ്റെ തൊട്ട് മുൻവശത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ആൾ ഇറങ്ങി വരുന്നു. അദ്ദേഹം പറയുന്നു, നമ്മളോട് പറയുകയായിരുന്നു, എനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ താമസിക്കുന്ന ഒരാളാണ്, പൂന്തുറയിൽ താമസിക്കുന്ന ആളാണ്. തനിക്ക് സെൻട്രൽ മണ്ഡലത്തിലാണ് വോട്ട് ചെയ്യേണ്ടത്, പക്ഷേ വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പൂന്തുറ സ്വദേശിയായ ബഷീറാണ് ഇത്തരത്തിലൊരു പരാതി നമ്മുടെ മുൻപിലേക്ക് വച്ചത്. ആദ്യം മറ്റൊരു പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ പോയി എങ്കിലും അവിടെ വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിന് ഉദ്യോഗസ്ഥർ പറയുന്ന കാരണം ഇവിടെ പോളിംഗ് ബൂത്തിൻ്റെ നമ്പർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം കൈമനത്തുള്ള ഈ കോളേജിലേക്ക് വരികയായിരുന്നു, ഈ പോളിംഗ് ബൂത്തിലേക്ക് വരികയായിരുന്നു. ഇവിടെയും പോളിംഗ് ബൂത്തിൻ്റെ നമ്പർ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുമില്ല. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ബഷീർ തന്നെ മറുനാടനൊപ്പം ചേരുകയാണ്. വോട്ടിട്ടില്ല. അത് എൻ്റെ ലിസ്റ്റിൽ പേരില്ല. ഇവിടെ 31 നമ്പർ ബൂത്താണ്. അത് 31 നമ്പർ ബൂത്തോടെ ഉണ്ട്, പക്ഷേ എൻ്റെ പേരില്ല. അപ്പോൾ അവരോട് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ലിസ്റ്റെല്ലാം കയ്യിൽ കൊടുത്തിട്ടാണ്. ഞാൻ അമ്പലത്തറ ആണ് വീട്. അമ്പലത്തറ പാർട്ടിക്കാർ അവിടെ നിൽപ്പുണ്ട്. അവരാണ് എഴുതി തന്നത്. ഇവിടെയാണ് ബൂത്ത് നോക്കുന്നത്, പോളിടെക്നിക്കിലെ ബൂത്ത് നോക്കുന്നത്. പക്ഷേ ഇവിടെ വന്നു രാവിലെ 6 മണിക്ക് മലയങ്കീഴ് പോയി വോട്ടിട്ടാൽ. അപ്പോൾ അവിടെ ഒന്നും അല്ല, ഇവിടെയാണ് നോക്കുന്നത്. അങ്ങനെയാണ് തിരിച്ചിവിടെ വന്നത്. അത് ബുദ്ധിമുട്ടായി. വോട്ട് ചെയ്തില്ല. ഇങ്ങനെ വോട്ട് ചെയ്യാതിരിക്കാനും കൊടുക്കില്ല, വോട്ട് ചെയ്യാനും പറ്റുന്നില്ല. എന്ത് ചെയ്യാനും. വീട് എവിടെയാണ്? പൂന്തറ. ആ, മണ്ഡലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം മണ്ഡലം. ആ, ഇവിടെയും വോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവരിപ്പോൾ എന്താ പറയുന്നത്? പേരില്ല. ഇനിയിപ്പോൾ ആരോടാ ഇത് ചോദിക്കുക? ഞാനോട് ഞാനിപ്പോൾ എൻ്റെ ഒരു നമ്പരും ലിസ്റ്റൊക്കെ അവിടെ SI വാങ്ങിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ പറഞ്ഞ SI നിങ്ങൾ പോയി, അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പർ എഴുതി തന്ന ആളിനെ ഞാൻ വിളിച്ച് ചോദിച്ചത്. ഇങ്ങനെ ചുമ്മാ നമ്മൾ കറങ്ങിക്കൊണ്ടിരുന്നാൽ മതിയാ. ഒന്നാമത്തെ കേട്ട് കാല് വയ്യാത്ത, മുട്ടുവേദന, കാല് വയ്യാത്തത്. ബസ്സിൻ്റെ ഫുട്ബോളിലൊന്നും കയറാമെന്ന് നോക്കില്ല, വലിയ പ്രയാസം, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ SI ചോദിച്ചു, വോട്ട് ഇടാതിരുന്ന വല്ല ശിക്ഷാർഹം വല്ലതും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. പേരെന്താ? ബഷീർ. വീട് എവിടെയാണ്? പൂന്തറ. വോട്ട് ചെയ്യാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. ഒരു ഇന്ത്യൻ പൗരനല്ലേ, നമ്മൾ ഒരു വോട്ടിട്ടില്ലെങ്കിൽ രാജ്യദ്രോഹമല്ലേ. പക്ഷേ എന്ത് ചെയ്യാൻ നമുക്ക് മനസ്സുണ്ട്. ഇടാൻ ഓരോ തടസ്സങ്ങളുണ്ടായപ്പോൾ എന്ത് ചെയ്യാൻ നോക്കും. ഉദ്യോഗസ്ഥർ പറയുന്ന പേരില്ല. പേരുണ്ട്, പക്ഷേ നമ്പർ ബൂത്ത് നമ്പർ ആരെയോ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നു. അതെ. എന്തായാലും ബഷീർ നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ അവസാന പോളിംഗ് ബൂത്തിലും വന്നപ്പോൾ അവിടെയും പോളിംഗ് ബൂത്തിൻ്റെ നമ്പർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു ലിസ്റ്റിൽ ബഷീറിൻ്റെ പേരുണ്ട് എങ്കിലും അവിടെ പോളിംഗ് ബൂത്തിൻ്റെ നമ്പർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത്. നിലവിലിപ്പോൾ വോട്ട് ചെയ്യാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട് എന്നും അദ്ദേഹം നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.